ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു നാടൻ ഫിഷ് കറിയാണ്. അത് തയ്യാറാക്കുന്നതിനായി നമ്മുടെ വീടിനടുത്ത് തോട്ടിൽ നിന്ന് പിടിച്ചെടുത്ത് നാടൻ ചെമ്പല്ലി കൊണ്ടുള്ള ഒരു ഫിഷ് കറിയാണ്. ചെമ്പല്ലി കഴുകി വൃത്തിയാക്കി വന്നപ്പോൾ ഏകദേശം ഒരു 1/4 കിലോ പരുവാണ്. അത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുമന്നുള്ളി, ഒരു കുഞ്ഞൊരു തക്കാളി ഇത്രയും കൂടെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണോടെ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനോടെ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായ പരുവാണ്. അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോഴത്തേന് അത് കടുകൂടിട്ടൊന്ന് പൊട്ടിക്കുക. അപ്പോൾ കടുക് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഉള്ളി ഐറ്റംസുകളെല്ലാം ഒന്ന് ചതച്ചെടുത്ത പരുവാണ്. ഇതും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഏകദേശം ഒന്ന് വഴഞ്ഞ് വരുമ്പോഴത്തേന് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി നമുക്ക് ഇതൊന്ന് ആഡ് ചെയ്യാം. ഒരു 1/4 സ്പൂൺ ഉലുവ പൊടിച്ചത്, 2 പിഞ്ച് കായം, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി. ഇത്രയാണ് നമ്മൾ ഈ ഫിഷ് കറിക്ക് വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്ന പൊടി ഐറ്റംസുകൾ. ഇതെല്ലാം കൂടെ നമുക്ക് ആ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ വെള്ളം ഒന്നും ചേർക്കുന്നില്ല, ആ എണ്ണയിൽ തന്നെയാണ് ഇതിൻ്റെ ആ പച്ചമണം മാറുന്ന വരെ നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഏകദേശം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിയും കുടംപുളിയും അതിൻ്റെ വെള്ളവും കൂടെ ഒന്ന് അതിലേക്കൊന്ന് ഒഴിച്ച് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. ഏകദേശം അത് കുറുകി ആ എണ്ണയെല്ലാം ഒന്ന് പുറത്ത് വരുന്ന പരുവായിട്ടുണ്ട്. ആ സമയത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ആ എണ്ണ പുറത്ത് മേളിൽ വന്ന് നല്ലതായിട്ട് തിളച്ച് വരുന്ന പാകത്തിലാണ് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ആ ഒരു പരുവായി വരികയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ പെറുക്കിയിട്ട് ഏകദേശം ഒരു 15 to 20 മിനിറ്റ്സ് നമുക്കൊന്ന് അടച്ച് വേവിക്കാം. കറി കുറുകി വരുമ്പോഴത്തേന് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊന്നുകൂടെ പരിശോധിക്കുക. അതിനുശേഷം 1 സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നമ്മുടെ കറി വാങ്ങി വെക്കുക. നമ്മുടെ നാടൻ ചെമ്പല്ലിക്കറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.